സാധാരണ മനുഷ്യരുടെ ദൈവാനുഭവമാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അത് അനുഭവ ദൈവവിജ്ഞാനീയമാണ് ആ ശാഖ. അനുഭവ ദൈവവിജ്ഞാനീയം. ഈ അനുഭവ ദൈവവിജ്ഞാനീയത്തിലെ പ്രയോഗപരതയ്ക്കാണ് പ്രാധാന്യം. ഉടമ്പടിയിലെ പ്രയോഗപരതയ്ക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം. ഇത് ഇവിടുന്ന് തരുന്ന നേർച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്. നിങ്ങൾ പവർ റിലീസ് ചെയ്യണതുണ്ട്. നമുക്ക് ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൾക്കേഷൻ, പവർ റിലീസിങ് രണ്ട് രീതിയിലാണ്. പവർ റിലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം. എല്ലാത്തിൻ്റെയും ഇപ്പം നമുക്ക് നൽകണത്, ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ്. എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ വാഗ്ദാനം എന്ന് പറയണത്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രോമിസ് എന്ന് പറയും, സെക്കുലറായിട്ടും പ്രോമിസ് എന്ന് പറയും. ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത്, ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റണത്, അതിൻ്റെ അനുഭവതലം എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ 4 മാർഗങ്ങൾ ഉപയോഗിക്കും. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് പ്രത്യാശ, പിന്നെ ദൈവസ്നേഹം, പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും. ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ്. മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു, ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും. അത് സമർപ്പണം. 4-മത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ 4-മത്തെ മുറയാണത്. ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ, ദൈവസ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ, സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ, അതെല്ലാം ഒരു മെത്തേഡാണ്. എന്തിനാണ്? ഈ വാഗ്ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ. പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറഞ്ഞത്. പ്രമിത്തരെ, ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട്, പുറത്തെടുക്കുക. ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ്. വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് മരിയൻ മെത്തേഡാണ്. എന്താണ്? ചൊല്ലുകയല്ല, ചെയ്യുക. അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം, പിന്നെ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം. അത് മരിയനാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം. ഇപ്പോൾ സങ്കീർത്തനം തന്നെ, സങ്കീർത്തനം 130 ഒന്ന് 5 എടുത്തേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പം വാഗ്ദാനത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നത് എന്താണ്? പ്രത്യാശയാണ്. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രത്യാശ മാത്രമല്ല, അത് ഓൾഡ് ടെസ്റ്റമെൻ്റ് കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരുമ്പോൾ വിശ്വാസവും പ്രത്യാശയുടെ അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കും. അല്ലേ? എന്ത് ക്രിസ്തു പറയും? പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം?
അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം. വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിന്. കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചു, എന്നെ രക്ഷിക്കണം, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ സ്നേഹമാണെങ്കിൽ സകലതും ക്ഷമിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ സ്നേഹം അത് അക്സെപ്റ്റ് ചെയ്യും. 1 Corinthians 13:7. Take the word of God. Hallelujah. 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 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞ 1 Corinthians 13:7 സങ്കീർത്തനം 30:5 കണക്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന, സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി, പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ കൊടുത്ത പോയിന്റ് ക്ലിയർ അല്ലേ? ഇതെല്ലാക്കുറിച്ച് വളരെ കൃത്യമായ കാര്യം. ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ല ശരിക്കും. ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാസനത്തിൽ വന്ന് അറിയാം. അതായത് ഉടമ്പടിയിലിരിക്കുന്ന 60% പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഡിഗ്രി ഉള്ളവർ ആണ്. പക്ഷേ അവർക്കുള്ള അഡൽട്ട് കാറ്റഗറിസമാണ് ഞാനീ പറയണത്. അവർക്കുണ്ടാകുന്ന കാറ്റഗറീസ്, അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും. അപ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? സകലതും ക്ഷമിക്കുന്നു, അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഈ അതിജീവനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു അഭിഷേക ഫലമാണ്. സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ, എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട്, ഒരു അഭിഷേക തലമുണ്ട്. ആ പുണ്യത്തിലിങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും. അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും. എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളെ ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ബിബ്ലിക്കലാണ്. ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഭൗതിക മാധ്യമങ്ങളാണ് ഉപ്പ്, പിന്നെന്താണ്? തൈലം. ഉടമ്പടി കാശുരൂപ ജ്ഞാപകമായിട്ട് ഉടമ്പടി നെറ്റിക്കണിഞ്ഞത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു, കഴുത്തിൽ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ബൈബിൾ ഇവരും പ്രവർത്തിക്കുന്നത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ്. ആധ്യാത്മിക ജീവിതം നിങ്ങളെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണം. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അതന്നെ ഒന്ന് പറഞ്ഞ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ കഴിവെന്നും പറഞ്ഞ കപ്പാസിറ്റി, എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ചത്തെ എബിലിറ്റി പോരാ, തിങ്കളാഴ്ച ഇത് വളരണം. ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? സ്റ്റാറ്റിക്കായിട്ടുള്ള അവസ്ഥയില്ല, പിന്നെ കോട്ടമാണുള്ളത്. വളർന്നില്ലെങ്കിൽ തളർച്ചയുള്ളത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു കേവലം നിലനിൽപ്പില്ല. വളർച്ച എന്ന് പറഞ്ഞു പോയാൽ പിന്നെ എന്താണ്? വളർന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ മുരടിപ്പെന്നാണ് പറയണത്, അല്ലേ? അത് തളർച്ചയാണ്. വളരാത്തൊരു വസ്തു എന്താണ്? മുരടച്ച് നിൽക്കണമെന്ന് പറയും. എന്നുവെച്ചാൽ അത് തളർച്ചയാണ്. അപ്പോൾ ഇത് മുന്നോട്ടായി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉടമ്പടിയിലൂടെ. അല്ലാതെ ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ 2 കല്യാണത്തിൽ പോയി ബിരിയാണി ഇടിച്ചിട്ട് വെള്ളം ഒടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉടായിപ്പാണെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് പറ്റേണ്ട ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ദൈവത്തെ പൊട്ടം കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാവും. നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന്
ദൈവം ഇടപെടാൻ തുടങ്ങണത്. ഉടമ്പടി എടുക്കുക, അവർ വന്നിട്ടില്ല ഇവിടെ, ആലപ്പുഴ കണ്ടിട്ടില്ല. ആലപ്പുഴ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും.